വേദു എവിടെ? അവൾ കുളിക്കാൻ കയറി കഴിഞ്ഞിട്ടുണ്ടാകും. ചായയും പഴംപൊരിയുമായി എല്ലാവരും ഹാൾ കൂടിയപ്പോൾ വേദുവിനെ കാണാഞ്ഞിട്ട് ആരോടാണ് ചോദിച്ചതെങ്കിലും അവളൊന്നും മിണ്ടാത്തത് കൊണ്ട് മറുപടി പറഞ്ഞത് രാധികയാണ്. ഞങ്ങളോടൊക്കെ പിണക്കാണോടി നീ? വേദുവിനെക്കുറിച്ച് ചോദിച്ചിട്ടും മിണ്ടാട്ടമില്ലാതിരിക്കുന്ന ആര്യയോടായി അഭി തിരക്കി. ഏയ്, എനിക്ക് എന്തിനാ പിണക്കം? ആര്യ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഈ ലോകത്ത് ആണിൻ്റെ തുണയില്ലാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയൊന്നും എനിക്കില്ല ആര്യ. നിനക്കിപ്പോൾ ചെറുതെങ്കിലും ഒരു ജോലിയുണ്ട്, ചേർത്ത് പിടിക്കാൻ വേദമുണ്ട്. ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നാൽ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട്. ഒക്കെ ശരിയാണ്, പക്ഷേ നിനക്കൊരു കൂട്ട് വേണം, നിന്നെ സ്നേഹിക്കാൻ, എൻ്റേതെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് പിടിക്കാൻ, നിൻ്റെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ ഒരു കൂട്ട് നിനക്ക് വേണം. അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആളിനം. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ചേർന്നാൽ അത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നി. താൻ പറയുന്നതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ തൻ്റെ ചുമലിൽ മുഖം ചേർത്തിരിക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് അഭി തുടർന്നു. നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. നീ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. പച്ചവെള്ളം കണ്ടാലും പേടി തോന്നുന്ന അവസ്ഥയിലാണ് നീ. അളിയനൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ എന്താണെന്ന് അറിയുമ്പോൾ നിൻ്റെ ഈ വിഷമമൊക്കെ മാറും. എനിക്ക് ആ കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. നിന്നോട് ഇപ്പോഴൊന്നും ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അളിയൻ പറഞ്ഞത്. എങ്കിലും നിൻ്റെ ഈ തെളിച്ചമില്ലാത്ത മുഖം കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. അവളെ തലയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അഭി പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവളുടെ മറുപടി എന്തെന്നറിയാൻ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളാവട്ടെ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ കണ്ണുകൾ അടച്ച ആലോചനയിലായിരുന്നു. രാവിലെ തന്നെ നീവിക്കൊപ്പം അമ്പലത്തിലേക്ക് പോയിട്ട് നേരെ മാംഗല്യത്തിലേക്കാണ് വേദു വന്നത്. അങ്കിളിനെ കാണാൻ അമ്മായിയെ കൂട്ടി വന്നതാണോ എൻ്റെ വേദക്കുട്ടി? ഗേറ്റ് കടന്ന് നീവിക്കൊപ്പം വരുന്നവളെ കാണാൻ നോക്കിക്കൊണ്ടിരുന്ന പേപ്പർ മടക്കി മടിയിൽ വെച്ചുകൊണ്ട് വാത്സല്യത്തോടെ തിരക്കി നിറഞ്ഞൻ. ആണല്ലോ, വേദു ചിരിയോടെ പറഞ്ഞിട്ട് അവനടുത്ത് ആ ഉമ്മർപ്പടിയിലിരുന്നു. ഈ വരവ് ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു. അവളുടെ തലമുടി ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ചിരിയോടെ നിരഞ്ഞൻ പറഞ്ഞു. അടുത്തടുത്ത് ചിരിയോടെ ഇരിക്കുന്ന നിരഞ്ജനെയും വേദുവിനെയും നോക്കി ഒരു നിമിഷം നീവി നിന്നു. എന്താണ് ഏട്ടൻ്റെ കുഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? തങ്ങൾ രണ്ടാളെ നോക്കി നിൽക്കുന്ന നീവിയോട് ചോദിച്ചു നിരഞ്ഞൻ. ഒന്നുമില്ലേട്ടാ, നിങ്ങളിനി ഇരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞൊരു സന്തോഷം. അവൻ അരികിലേക്ക് വന്നിരുന്നിട്ട് നീവി പറഞ്ഞതും ഒരു കൈ കൊണ്ട് രണ്ടാളെയും ചേർത്ത് പിടിച്ചു നിരഞ്ഞൻ. ആഹാ, അമ്മായും മോളും എപ്പോൾ എത്തി? ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. പുറത്തെ വർത്തമാനവും ചിരിയും കേട്ട് വന്ന ശാരദാമ്മ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയതാണ് ശാരദാമ്മേ. നിവി ചിരിയോടെ പറഞ്ഞിട്ട് ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റും. അല്ല, വേദുമോൾക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? നിവിയുടെ കയ്യിൽ പിടിച്ച് അടുക്കളയിലേക്ക് നടക്കാൻ ആഞ്ഞിട്ട് തിരിഞ്ഞ് നിന്നവർ തിരക്കി. അയ്യോ, ഈ അമ്മമ്മ, എൻ്റെ അമ്മമ്മേ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് മറന്നു പോയോ? വേദു അവരെ നോക്കി കുറുമ്പ് നിറഞ്ഞ ശബ്ദത്തിൽ തിരക്കി. ഞാൻ വയസ്സായില്ലേ എൻ്റെ മോളെ, ഇപ്പം അതൊന്നും ഓർമ്മയില്ലെന്നേ. അവളുടെ അതേ കുറുമ്പോടെ അവരും പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അവിടെ സന്തോഷം നോക്കി കാണുകയായിരുന്നു നിവി. വീട്ടിലെല്ലാവരും അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഏട്ടനോടും ശാരദാമ്മയോടും കാണിക്കുന്ന കുറുമ്പും അപ്പോൾ അവളുടെ മുഖത്ത് തെളിയുന്ന മനസ്സ് നിറഞ്ഞ ചിരിയും ഒന്നും അവിടെ അവൾക്കില്ല. അവിടെ നല്ല പക്വതയുള്ള പെരുമാറ്റമാണ്. മോളുവാ, അവർ രണ്ടാൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. വേദുവിനെ നോക്കിയെന്ന നിവിയോട് പറഞ്ഞുകൊണ്ട് അവളെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് പോയി ശാരദാമ്മ. ശാരദാമ്മയുടെ ഏട്ടനെല്ലാം പറഞ്ഞില്ലേ? അവർക്കൊപ്പം പോകുമ്പോൾ നിവി തിരക്കി. മോൻ എന്നോട് പറഞ്ഞു മോളെ, നിനക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് നന്നായി. ഏട്ടനെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു അനിയത്തിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. നിൻ്റെ ഏട്ടന് ഒരു കൂട്ട് വേണമെന്ന് മാത്രമല്ല നീ ചിന്തിച്ചത്, എൻ്റെ സഹോദരനെപ്പോലെ ജീവിതത്തിൽ തനിച്ചായ ആ പെൺകുട്ടിക്ക് വേണ്ടി കൂടെയാണ് നീ പോയി കല്യാണത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് എനിക്കറിയാം. നല്ല മനസ്സാണ് എൻ്റെ മോൾക്ക്. ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ. പിന്നെ രഞ്ജു, അവനും പാവമാണ്. സ്നേഹിക്കാൻ മാത്രമേ അവനറിയൂ. ചതിയും വഞ്ചനയും ഒന്നുമില്ല. അവന് നല്ലൊരു കുടുംബം വേണം. അവനെ മനസ്സിലാക്കുന്ന കൂട്ട് വേണം. സ്നേഹിക്കാൻ അറിയുന്നൊരു പെൺകുട്ടിയാണ് ആര്യ. വേദുമോളും അങ്ങനെ തന്നെയാണ്. രഞ്ജുമോനെ ആ കുഞ്ഞിന് ജീവനാണ്. അവർ അച്ഛനും അമ്മയും മോളുമായി നന്നായി ജീവിക്കും മോളെ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെ സ്നേഹിക്കാൻ അറിയുന്ന നല്ല മക്കൾക്ക് ജന്മം കൊടുത്തില്ലേ അവർ? നിറഞ്ഞ മിഴിയോടെ നിവിയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുകർന്നു പറയുമ്പോൾ സ്വന്തം മകൻ്റെയും മരുമകളുടെയും സ്വാർത്ഥത ആ നിമിഷം ഓർത്തുപോയി ശാരദാമ്മ. ശാരദാമ്മയുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ കാണി നിവി അവരെ ചേർത്ത് പിടിച്ചു. എന്തിനാ ഈ കണ്ണ് നിറയ്ക്കുന്നേ? അമ്മയ്ക്ക് ഞങ്ങളല്ലേ, ഞങ്ങളുടെ അമ്മയാണ്. അങ്ങനെ കണ്ടിട്ടുള്ളൂ. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. അവിടെ കവളയ്ക്ക് തുടച്ചു കൊടുത്തിട്ടാണ് നിവി പറഞ്ഞത്. എനിക്കറിയാം മോളെ, എങ്കിലും നിങ്ങളൊക്കെ പരസ്പര സ്നേഹം കാണുമ്പോൾ കരുതൽ കാണുമ്പോൾ എൻ്റെ മോനെ ഞാൻ വളർത്തിയത് തെറ്റായ രീതിയിലായിരുന്നോ എന്ന് ചിന്തിച്ചു പോകുന്നു. കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അവർ പറയുമ്പോൾ ആ തൊണ്ടയിടറിയത് നിവി അറിഞ്ഞു. സാരയില്ലമ്മ, അമ്മയുടെ മോൻ എന്തെങ്കിലും അമ്മയെ മനസ്സിലാക്കും. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കും. അന്ന് തേടി വരും. നിവി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെ മരണശേഷമാകുമെന്ന് മനസ്സിലോർത്തുകൊണ്ട് അവർ നേർത്തൊരു ചിരിയോടെ നിവിയെ നോക്കി സമ്മതം പോലെ തലയാട്ടി. എനിക്ക് ശാരദമ്മയുടെ സ്പെഷ്യൽ അട വേണം, പഴം ചേർത്ത അട. വേദു പറഞ്ഞു. അത് കഴിക്കാൻ കൊതിയാവുന്നു എന്ന്. അവരുടെ മൈൻഡൊന്ന് മാറ്റാൻ എന്നോണം നിവി അവരെ ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖം ചേർത്ത് എന്നുകൊണ്ട് പറഞ്ഞു.
പിന്നെന്താ, അമ്മ ഉണ്ടാക്കി തരാലോ, കുഞ്ഞു വായോ, സന്തോഷത്തോടെ പറഞ്ഞിട്ട് അവളെയും ചേർത്ത് പിടിച്ചവർ അടുക്കളയിലേക്ക് പോയി. ഇനി ചോദിച്ചോ, എന്താ എൻ്റെ വേദമോൾക്ക് അറിയേണ്ടത്? നിവിയേയും കുട്ടി പോകുന്ന ആ അമ്മയെ നോക്കിയിരുന്ന വേദൻ്റെ തലയിൽ പിടിച്ച് ആ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. വേദു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിശബ്ദയായിരുന്നു. എന്താടാ കുഞ്ഞേ? അവളെ കവളിൽ മെല്ലെ എന്ന് തൊട്ടുകൊണ്ട് നിരഞ്ജൻ തിരക്കി. എന്താ അങ്കിൾ ഇന്നലെ അവിടെ വന്നിട്ട് എന്നോടൊന്നും സംസാരിക്കാതെ പോകുന്നത്? കണ്ണ് കുറിപ്പിച്ച് അവനെ നോക്കിക്കൊണ്ടാണ് ചോദ്യം. അതിപ്പോൾ ഞാൻ എന്താ പറയുക? പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ താടിയിൽ വിരൽ കുത്തി ആലോചിക്കും പോലെ ഇരുന്നു. എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? വേദ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ നിരഞ്ജൻ ചിരി കടിച്ചു പിടിച്ച് കണ്ണുകൾ കുറുക്കിയെന്ന് പെണ്ണിനെ നോക്കി. എന്തിനാ നോക്കുന്നേ? എൻ്റെ അമ്മയല്ലേ അത്, അപ്പോൾ എന്നോട് വേണം അനുവാദം ചോദിക്കാൻ. തന്നെ നോക്കിയിരിക്കുന്ന നിരഞ്ജൻ്റെ കണ്ണുകൾ നോക്കി വേദു കെറുവോടെ പറഞ്ഞു. അനുവാദം ചോദിച്ചില്ലെങ്കിലും എനിക്കറിയാലോ ഈ പൊടിക്കുപ്പിയുടെ മനസ്സ്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹം എന്തെന്ന്. അവളുടെ കൈ പിടിച്ച് എടുത്തുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നത് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ അങ്കിൾ എന്ത് ചെയ്യും? വേദ വീണ്ടും അതേ കെറുവോടെ തിരക്കി. ഞാൻ അറിയുന്ന എൻ്റെ വേദമോൾ അങ്ങനെ പറയില്ലല്ലോ. നിരഞ്ജൻ നേരത്തെ ചിരിയോടെ അവളെ കവിൾ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാലോ? വേദ ചിരി അടക്കി കുറുമ്പോടെ ചോദിച്ചു. വേദമോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് വേണ്ടെന്ന് വെക്കും. എനിക്ക് കുറുമ്പി പെണ്ണ് സന്തോഷമായിട്ടിരിക്കണം എന്നേയുള്ളൂ. അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചൊന്ന് ഉലച്ചുകൊണ്ട് ചിരി ഒട്ടും മങ്ങാതെ നിരഞ്ജൻ പറഞ്ഞു. എന്നാലേ എനിക്ക് എൻ്റെ അമ്മയെ അങ്കിളിന് തരാൻ സമ്മതമാണ്. അത് അങ്കിളായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്കറിയാത്ത ഒരാളായാൽ അയാളും എൻ്റെ അച്ഛനെപ്പോലെ ആയിരിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അങ്കിൾ എപ്പോഴും എൻ്റെ അമ്മയെ സന്തോഷമാക്കി വെക്കണം, കരയിക്കരുത്. ഒത്തിരി കരഞ്ഞതാണ് എൻ്റെ അമ്മ. നിരഞ്ജൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് പറയുമ്പോൾ വേദിയുടെ മുഖത്ത് ഒരു 11-കാരിയുടെ കുട്ടിത്തമായിരുന്നില്ല. അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്ന അച്ഛൻ്റെ സ്വഭാവ വൈകല്യം നന്നായി അറിയുന്ന, തൻ്റെ അമ്മയെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന പക്വതയെത്തിയ ഒരു പെൺകുട്ടിയായിരുന്നു വേദ ആ നിമിഷം. എൻ്റെ കുഞ്ഞെ, ഞാൻ എന്തിനാടി നിൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്നത്? തൻ്റെ കൈകളിൽ പിടിച്ചു വെച്ച് അമ്മയുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി കഴിയുന്ന ആ കുഞ്ഞിപ്പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹമോ വാത്സല്യമോ ഒക്കെ തോന്നി നിരഞ്ജന്. വേദമോൾക്ക് തോന്നുന്നുണ്ടോ അങ്കിൾ ആരെങ്കിലും അറിഞ്ഞിട്ട് വേദനിപ്പിക്കുമെന്ന്? അവളെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ടാണ് നിരഞ്ജൻ ചോദിച്ചത്. അങ്കിൾ നല്ലതാണ്, പാവാണ് എന്നൊക്കെ എനിക്കറിയാലോ. എൻ്റെ അമ്മയോളം വിശ്വാസമാണ് എനിക്ക് അങ്കിളിനെ. നിരഞ്ജൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കണ്ണുനീരിലും പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. പിന്നെന്താ പ്രശ്നം? വേദമോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അങ്കിൾ കാണാൻ നിനക്കോ നിൻ്റെ അമ്മയ്ക്കോ വിഷമമൊന്നും ഉണ്ടാവില്ല. അവളുടെ അമ്മയോളം വിശ്വാസം എന്ന വാക്കിൽ കുടുങ്ങിക്കിടന്ന് പറയുമ്പോൾ നിരഞ്ജന് ആ ചെറിയ കുട്ടിയോട് അളവറ്റ വാത്സല്യം തോന്നി. എൻ്റെ അമ്മ പാവാണെങ്കിൽ ആ വീട്ടിൽ അച്ഛൻ മാത്രമാണ് അമ്മയുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഒരിടത്തിരുന്ന് ചിരിക്കുന്നതോ വർത്തമാനം പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുമിച്ചൊരു യാത്ര പോലും ഇവിടേക്ക് വരുമ്പോഴാണ്. അച്ഛമ്മ അമ്മ എപ്പോഴും വഴക്ക് പറയും, ഏത് സമയത്തും ജോലി ചെയ്യിക്കും. ആ വൈഷ്ണവിയാണെങ്കിൽ അമ്മയെ നോക്കി പുച്ഛത്തോടെ ചിരിക്കും. പണ്ടൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്താണ് അമ്മ കിടക്കുക. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിയെന്ന് കരുതി അമ്മ കരയാറുണ്ട്. ആദ്യമൊക്കെ അമ്മ എന്തിനാവും കരയുന്നതെന്ന് ഓർത്ത് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോകും. പിന്നീട് എപ്പോഴോ എന്തിനാ കരയുന്നതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. പിന്നീട് അമ്മ എനിക്ക് മുന്നിൽ കരഞ്ഞത് അന്ന് ആ വീട്ടിൽ വെച്ച് അച്ഛനോട് വഴക്കേണ്ട ദിവസമാണ്. എല്ലാം ഉപേക്ഷിച്ച് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാണ് എൻ്റെ അമ്മ കരഞ്ഞത്. അന്ന് അമ്മയ്ക്കൊപ്പം ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും എൻ്റെ അമ്മയെ കരയിപ്പിക്കില്ല എന്നൊരു വാക്ക് ഞാൻ എനിക്ക് തന്നെ കൊടുത്തിരുന്നു. എന്നിട്ടും ഇപ്പോൾ 2 ദിവസമായി എൻ്റെ അമ്മ വീണ്ടും കരയുന്നുണ്ട്. എന്നാലും സാരമില്ല, ഇനി എന്ന് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോഴുള്ള എൻ്റെ അമ്മയുടെ ഈ കരച്ചിൽ സങ്കടമൊക്കെ. അവൾക്ക് അറിയുന്ന രീതിയിൽ നിരഞ്ജനോട് പറയുമ്പോൾ അമ്മയുടെ വിഷമങ്ങൾ അവസാനിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണ്. എൻ്റെ കുഞ്ഞെ, എനിക്ക് നിന്നോട് എന്തോരം ഇഷ്ടമാണെന്നറിയോ? കുഞ്ഞ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാണ് ഈ വിവാഹം. നിന്നെ എനിക്ക് എൻ്റെ മകളായി എൻ്റെ കൂടെ തന്നെ വേണം പറഞ്ഞുകൊണ്ട് നിറമീഴിയോടെ ഇരിക്കുന്നവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ, നീ എന്തേ കുഞ്ഞെ എൻ്റെ ചോരയിൽ ജനിക്കാതെ പോയി എന്നൊരു വിലാപം നിരഞ്ജൻ്റെ ഹൃദയത്തിൽ ഞെരിഞ്ഞമർന്നു. അടുക്കളിൽ നിന്നും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന നിവി പടിയിൽ തോളോട് തോൾ ചേർന്നിരിക്കുന്ന നിരഞ്ജനെയും വേദുമോളെയും കാണാൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ തീരുമാനമായോ? ഏട്ടൻ്റെ മറുവശം വന്നിരുന്നുണ്ട് നിവി മെല്ലെ തിരക്കി. ഞങ്ങൾ രണ്ടാളും ചേർന്ന ഒരു തീരുമാനത്തിലെത്തി അല്ലേ മോളെ? നിവിയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എനിക്ക് അഞ്ജുവിൻ്റെ കല്യാണത്തിനൊപ്പം നിങ്ങളുടെ കൂടെ നടത്താനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനിയിപ്പോൾ ചേച്ചിക്ക് സമയം വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പതിയെ മതി അല്ലേട്ടാ? നിരഞ്ജൻ്റെ തോളോട് ചാഞ്ഞിരുന്നുണ്ട് നിവി ചോദിച്ചു. എന്ന് വേണമെന്നുള്ള തീരുമാനം ആര്യയും വേദമോളും ചേർന്നെടുക്കട്ടെ, നിരഞ്ജൻ പുഞ്ചിരിയോടെ പറഞ്ഞു. മേമേൻ്റെ കല്യാണത്തിന് അന്ന് തന്നെ അമ്മയുടെ കല്യാണം നടത്താമോ? ഞാൻ അമ്മയോട് ചോദിക്കാമെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം, സന്തോഷത്തോടെ വേദ പറഞ്ഞു.
അമ്മയോട് വേദമോളൊന്നും പറയണ്ട കേട്ടോ. അമ്മ ആലോചിക്കട്ടെ, ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കട്ടെ. അതിനുള്ള സമയം അവൾക്ക് നമ്മൾ കൊടുക്കണം. ഒന്നിനും നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. വേദുവിൻ്റെ വെപ്രാളം കാണി നിറഞ്ഞൻ ചിരിയോടെ അവൾ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മ സമ്മതിക്കാൻ താമസിച്ചാൽ ആങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാലോ അല്ലേ? മരുന്ന് സ്ഥിരമായി കഴിക്കാഞ്ഞതും കാലിന് റെസ്റ്റില്ല എന്നതുമൊക്കെ എന്നോ നിരഞ്ജൻ പറഞ്ഞതോർത്ത് അവനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു. വേദമോളെ, നീ എന്നെ ഒറ്റയെടുത്ത് പ്ലീസ്. വേദ പറഞ്ഞതും നിരഞ്ജൻ ഒച്ച താഴ്ത്തി അവളെ ചെവിട് ചേർന്ന് പറഞ്ഞു. എന്താ? രണ്ടാൾക്കും ഞാനറിയാത്തൊരു രഹസ്യം. എന്താ ഉടായിപ്പാണെന്ന് മനസ്സിലായി. ഏട്ടൻ എന്താണ് ഇപ്പം വേദുവിനോട് രഹസ്യമായി പറഞ്ഞത്? എന്തായാലും വേഗം പറഞ്ഞു. രണ്ടിൻ്റെയും രഹസ്യം പറച്ചിലും താൻ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഉള്ളൊരു മുഖത്തെ കള്ളത്തരവും കാണേ നിവി കുഞ്ഞൊരു പിണക്കത്തോടെ പറഞ്ഞു. ഒന്നുമില്ല കുഞ്ഞി, ഇവൾക്ക് ഈയിടെയായിട്ട് ഈ ഒരു വർത്തമാനം ഉള്ളതാണ്. വേദുവിനെ നോക്കി കണ്ണെന്ന് ചുരുട്ടി കാണിച്ചിട്ടാണ് നിരഞ്ജൻ നിവിയോട് പറഞ്ഞത്. സത്യമാണമ്മായി, ഞാൻ വെറുതെ അങ്കിളിനെ കളിപ്പിച്ചതാണ്. വേദുവും പാവം പോലെ പറഞ്ഞു ഒഴിഞ്ഞു. പറഞ്ഞതൊക്കെ കള്ളത്തരാണെന്ന് മനസ്സിലായെങ്കിലും നിവി ഒന്നും പറയാതെ അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് രണ്ടാളെയും തറപ്പിച്ച് നോക്കി. നീ നോക്കണ്ട കുഞ്ഞി, ഒന്നുമില്ല, ഇവള് ചുമ്മാ. നിവിയുടെ നോട്ടം കണ്ട് നിരഞ്ജൻ പറഞ്ഞു. മക്കളെ, എഴുന്നേറ്റ് വാ, കഴിക്കാം. അട തയ്യാറായി. ചൂടാടെ കഴിക്കണം, അതാണ് കേട്ടോ ടേസ്റ്റ്. നിവി എന്തെങ്കിലും പറയും മുൻപ് ശാരദമ്മ വിളിച്ച് കേട്ട് നിരഞ്ജൻ എഴുന്നേറ്റതും ആ കൂടെ എഴുന്നേറ്റു വേദുവും. കുഞ്ഞി വാ എന്ന് നിവിയോട് പറഞ്ഞിട്ട് വേദുവിനൊന്ന് നോക്കി രക്ഷപ്പെട്ടതുപോലെ വീടിനുള്ളിലേക്ക് കയറി നിരഞ്ജൻ. വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങളിനും മുഴക്കും. ഓടി വീടിനുള്ളിലേക്ക് കയറിവരെ നോക്കി പറഞ്ഞു. പിന്നാലെ പോകുമ്പോൾ നിവിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞിരുന്നു. അഞ്ജുവിൻ്റെ കല്യാണം വിളിക്കാനായി വിനയ് ഡോക്ടറെ വീട്ടിലും അത്യാവശ്യം വേണ്ടപ്പെട്ട ചിലരെ വിളിച്ചും അബി രാധികയും കൂടെ തിരികെ വീട്ടിലെത്തുമ്പോൾ നേരെ മീരിട്ടായി. വന്നപാടെ മുറിയിലേക്ക് കയറി വന്നതാണ് അബി. എന്താണ് എൻ്റെ പ്രീതമയ്ക്ക് വല്ലാത്തൊരു ആലോചന? നിവിയെ പുറത്ത് കാണാതെ നേരെ മുറിയിലേക്ക് വന്ന അബി താൻ കയറി വന്നത് പോലും അറിയാതെ വീട്ടിലിരുന്ന് കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലെ താലിയിൽ ഞെരി പിടിപ്പിച്ച് കാര്യമായി ചിന്തിക്കുന്നതോട് തിരക്കി. അയ്യോ, എപ്പോൾ ഒന്ന് ജിത്തുവേട്ടാ, ഞാൻ അറിഞ്ഞില്ല. അവൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റവൾ ചോദിച്ചു. ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി. എൻ്റെ പെണ്ണിനെ അവിടെ ഇങ്ങ് കാണാഞ്ഞിട്ട് അവിടെ ഇരിക്കാതെ നേരെ ഇങ്ങനെ മുറിയിൽ കയറി പോന്നതാണ് ഞാൻ. എന്തായിരുന്നു ചുറ്റും നടക്കുന്നൊന്നും അറിയാതെയുള്ള ഒരു ചിന്ത. അവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അബി ചോദിച്ചു. ഞാൻ എങ്ങനെ ഓരോന്നും ഓർത്തിരുന്നാണ് ജിത്തുവേട്ടാ. അതിന് മാത്രം എന്താ എൻ്റെ നിവിക്കുഞ്ഞിന് ചിന്തിക്കാനുള്ളത്? അവൾക്ക് അവളിലൂടെ ചുണ്ടുകൾ ഇഴച്ചുകൊണ്ടാണ് അബി ചോദിച്ചത്. അതിപ്പോൾ ഞാൻ എന്താ പറയുക? ഞാൻ പറഞ്ഞാൽ അത് ജിത്തുവേട്ടന് ഇഷ്ടമാകോ എന്നൊക്കെയുള്ള ആലോചനയാണ്. തൻ്റെ മുഖത്ത് കുസൃതി കാണിക്കുന്നവൻ്റെ ചുണ്ടുകളുടെ ചലനത്തിൽ തരളതി അവൻ സ്വയം എന്നോണം മെല്ലെ പറഞ്ഞു. എന്താണെന്ന് പറയും നിവി, എന്നോട് നിനക്ക് എന്ത് പറഞ്ഞോടെ? അവളെ ചുറ്റിപ്പിടിച്ച നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അബി. അത് അഞ്ജുവിന് സ്വർണ്ണമൊന്നും വാങ്ങുന്നില്ല ജിത്തുവേട്ടാ. അവൻ്റെ മുഖം ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിവി തിരക്കി. അതെന്താ നിവി നീ അങ്ങനെ ചോദിച്ചത്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കുന്നതിനിടയിൽ ചോദിച്ചു അബി. അല്ല, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം സ്വർണത്തിൻ്റെ കാര്യമല്ലേ നോക്കുക. ഇവരുടെ ഡ്രസ്സൊക്കെ എടുത്തെങ്കിലും സ്വർണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അഴിച്ചതിൻ്റെ ബാക്കി ബട്ടൺ അഴിച്ചുകൊണ്ടാണ് നിവി ചോദിച്ചത്. സച്ചി അവൻ്റെ അമ്മയോ നമ്മളോട് സ്വർണ്ണം ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. അവർക്കതൊന്നും വാങ്ങിച്ച് കൂട്ടുന്നതിനോട് താല്പര്യമില്ലെന്ന് അന്നവർ പറഞ്ഞത് നിവിയും കേട്ടില്ലേ. പിന്നെ കല്യാണത്തിന് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സ്വർണം ഒരു 8-10 പവൻ അപ്പോൾ അമ്മ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങാൻ കാത്തിരുന്നെങ്കിൽ പെട്ടുപോയനെ. അത്രയ്ക്ക് വില കൂടില്ല ഇപ്പോൾ. അന്നൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. അവളുടെ മൂക്കിൻ തുമ്പിൽ മെല്ലെ എന്ന് കടിച്ചിട്ടാണ് അവ പറഞ്ഞത്. അല്ല, നീ അമ്മയോട് ചോദിച്ചെങ്കിൽ അതൊക്കെ എടുത്ത് കാണിച്ചു തരില്ലായിരുന്നോ? അവളുടെ ഒന്നും മിണ്ടാതെയുള്ള നിൽപ്പ് കണ്ടിട്ടാണ് അവൻ തിരക്കിയത്. അതൊക്കെ ഞാൻ കല്യാണത്തിന് കണ്ടോളാം. ഇനി നമ്മുടെ വകയിൽ എന്താ കൊടുക്കുന്നത്? അബിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ടാണ് ചോദ്യം. നമ്മളിനി പ്രത്യേകിച്ച് എന്താണ് കൊടുക്കുക? അങ്ങനെ കൊടുക്കാനും നിന്റെ ജിത്തുവേട്ടൻ്റെ കയ്യിൽ നീക്കിയിരിപ്പില്ല പോനെ. നിന്റെ കിട്ടിന് ഒരു സാധാരണക്കാരനാണെൻ്റെ നിവിയെ. ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെ അമ്മയും ഞാനും എന്തോരം കാര്യങ്ങൾ ഒഴിവാക്കി കരുതി വെച്ച പൈസ കൊണ്ടാണെന്ന് അറിയോ നിനക്ക്? ഞങ്ങളെപ്പോലുള്ളവരുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അതെൻ്റെ കുഞ്ഞിന് അറിയാഞ്ഞിട്ടാണ്. അവളെ തഴുകി തലോടിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. എന്നാലേ എനിക്ക് അഞ്ജുവിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, നല്ലൊരു ഗിഫ്റ്റ്. അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എൻ്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചില്ലേ ജിത്തുവേട്ടൻ, അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. അവൻ്റെ നെഞ്ചിൽ കവൾ ചേർത്ത് വെച്ച് അവൾ പറഞ്ഞു. അതൊന്നും വേണ്ട നിവി, അത് ശരിയാവില്ല. അവളെ നെഞ്ചിൽ നിന്ന് മലർത്തി മാറ്റിക്കൊണ്ട് പറയുമ്പോൾ അവനിൽ വല്ലായ്മ നിറഞ്ഞിരുന്നു.